ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഓം പുരിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം നിർബന്ധം പിടിച്ച് ഹീറോ ആകാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഓം പുരി സാർ, ഇത് സത്യമാണോ? താങ്കളുടെ കുട്ടിക്കാലത്ത് കണ്ണാടിയിലേക്ക് നോക്കി താങ്കളുടെ ആക്ടിംഗ് എന്നുള്ള ലക്ഷ്യം സാക്രിഫൈസ് ചെയ്യുമെന്ന് കേട്ടു. പിന്നെ എങ്ങനെയാണ് ഇത്രയും ദൂരം? സർ, കണ്ണാടി നോക്കുമ്പോൾ അങ്ങനെയാണ് തോന്നിയത്. പക്ഷെ എന്റെ ഫോട്ടോഗ്രാഫർ നല്ലവനായിരുന്നു. പക്ഷേ എന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ അതിൽ ഒരു മാർക്ക് പോലും ഉണ്ടാവില്ല. കാരണം അത് നല്ല ക്ലീനായ ഒരു ഫോട്ടോയാണ്. താങ്കൾ ആക്ടർ ആകണമെന്ന് ആഗ്രഹിച്ച് മുംബൈയിലേക്ക് വരുന്ന സമയത്ത് താങ്കളോട് എത്രയോ പേർ പറഞ്ഞു, ഈ മുഖം വെച്ചുകൊണ്ട് വില്ലനും ചെയ്യാൻ പറ്റില്ല, കോമഡിയനും ചെയ്യാൻ പറ്റില്ല, ഹീറോയും ചെയ്യാൻ പറ്റില്ല, പിന്നെന്തിനാ പോകുന്നത്? എനിക്ക് ചില തെറ്റായ തീരുമാനങ്ങൾ ഉണ്ടായി. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ വേൾഡ് സിനിമയെ ഞാൻ കണ്ടു. അതിൽ സത്യചിത്രയുടെ പടങ്ങളും ഉണ്ടായിരുന്നു, പിന്നെ ഋത്വി ഘട്ടക്കിന്റെ പടങ്ങളും ഉണ്ടായിരുന്നു. ഞാനത് കണ്ടപ്പോൾ എന്റെ മൂക്കിനേക്കാൾ വലിയ മൂക്കുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. മനസ്സിലായോ ഞാൻ പറയുന്നത്? അതുകൊണ്ട് ഈ ആന്റണി ക്യൂൻ ഉണ്ടല്ലോ, എന്നെക്കാളും വലിയ സുന്ദരനൊന്നുമല്ല. അതുകൊണ്ട് എനിക്കും തോന്നി എനിക്കും ആകാൻ പറ്റുമെന്ന്. എന്തുകൊണ്ട് പറ്റില്ല? ലാലു യാദവ് ഒരിക്കൽ പറഞ്ഞു, ബീഹാറിലുള്ള റോഡുകളെല്ലാം തന്നെ ഓം പുരിയുടെ മുഖം പോലെയാണ് ഇരിക്കുന്നത്. അദ്ദേഹം ആഗ്രഹിച്ചത് എന്താണെന്ന് വെച്ചാൽ ഓം പുരിയുടെ മുഖം പോലെയുള്ള ബീഹാറിലെ റോഡുകളെല്ലാം മാറ്റി ഹേമമാലിനിയുടെ മുഖം പോലെ ആക്കണമെന്നാണ്. ഒരുപക്ഷെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അതവർക്ക് വളരെ പ്രയാസം ഉണ്ടാക്കും. പഞ്ചാബിൽ പറയണമെങ്കിൽ മിർച്ചിയിലാകെ. അങ്ങനെയാണെങ്കിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ പറഞ്ഞ് ആരും താങ്കളോട് സജസ്റ്റ് ഒന്നും ചെയ്തില്ലേ? എനിക്കും സജസ്റ്റ് ചെയ്തു ഒരു പെണ്ണ്. അതിനുശേഷം അല്ലല്ല, പ്രായമായവരാണ്. താങ്കൾക്കും വയസ്സായില്ലേ ഇപ്പോ? പക്ഷെ ഇതിനു മുൻപ് യുവാവായിരുന്നു. എന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോസ് കണ്ടില്ലായിരുന്നു. സാർ, ഇപ്പോഴും താങ്കൾ വളരെ ഹാൻസം ആണ്. അല്ല, നിന്റെ പേരെന്താ മോളെ? കുട്ടിക്കാലത്ത് താങ്കൾ വളരെയധികം കഷ്ടപ്പെട്ടു എന്ന് കേട്ടു, അത് സത്യമാണോ? അതെ, അത് സത്യമാണ്. ഒരു ചായക്കടയിൽ താങ്കൾ ഗ്ലാസ് കഴുകുന്ന ജോലിയും ചെയ്തിരുന്നു. ആ സമയത്ത് എനിക്ക് 6 വയസ്സായിരുന്നു. ആ സമയത്ത് എനിക്ക് ഡ്രമ്മ് മാത്രമേ ഓർമ്മയിലുള്ളൂ. പിന്നെ കെറ്റിൽ ഓർമ്മയുണ്ട്, അടുത്ത് റോഡുണ്ടാകും അത് ഓർമ്മയുണ്ട്, പിന്നെ കടക്കാരൻ്റെ മീശയും ഓർമ്മയുണ്ട്. അതിനുശേഷം കുറച്ചുനാൾ ധാബയിൽ ജോലി ചെയ്തു. അതെ, ഡാബയിൽ ജോലി ചെയ്തു. പക്ഷെ അവരെന്നെ പിരിച്ചുവിട്ടു. കാരണം രാത്രി 10 മണിക്ക് എനിക്ക് ഉറക്കം വരും. അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ ആ ചാമ്പലിൻ്റെ ഉള്ളിലേക്ക് ഒളിപ്പിച്ചു വെക്കും. അടുത്ത ദിവസം വഴക്ക് കേൾക്കും, ജോലിയിൽ നിന്നും പുറത്താക്കും. സോ ധാബയിൽ നിന്നും താങ്കളെ പുറത്താക്കി. മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു, അമ്മാവന്റെ വീട്ടിൽ നിന്നും പുറത്താക്കിയെന്ന്. അതെ, അദ്ദേഹവും പുറത്താക്കി. അദ്ദേഹം എന്നെ പുറത്താക്കിയത് നല്ല കാര്യമായി മാറി. കാരണം അദ്ദേഹം എന്നെ ഓവർസ്റ്റിയർ ആക്കണമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ ഓവർസ്റ്റിയർ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ഗതിയെന്ന്. പക്ഷേ ദൈവം. അമ്മാവൻ പുറത്താക്കിയ സമയത്ത് താങ്കൾ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയി ചേർന്നു. പക്ഷെ അവിടെ വെച്ചോ അവരൊരു കാര്യം പറഞ്ഞു, താങ്കൾക്ക് സ്വരം വരില്ല, അതുകൊണ്ട് പാടാൻ പറ്റില്ലെന്ന്. താങ്കൾക്ക് ഡാൻസും വരില്ല, അതുകൊണ്ട് ആക്ടർ ആകാൻ ശ്രമിക്കേണ്ടെന്നും പറഞ്ഞു. ഇത് എന്റെയും നസീറുദ്ദീൻ ഷായുടെയും മണ്ടത്തരമായിരുന്നു. ഞങ്ങൾ ഡാൻസ് ആൻഡ് മ്യൂസിക് ആൻഡ് സിംഗിങ് NSCയിൽ സീരിയസ് ആയി എടുത്തില്ല. സീരിയസ് ആയി എടുക്കണമായിരുന്നു. കാരണം ഞങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ ഞങ്ങളെന്താ ഡാൻസറാകാൻ വന്നതാണോ അല്ല സിംഗറാകാൻ വന്നതാണോ എന്ന്. പക്ഷേ എന്തിനു വേണ്ടിയാണ് സിംഗിങ് ചെയ്യിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വോയിസ് കൾച്ചർ, നമ്മുടെ വോയിസിൽ വേരിയേഷൻസ് കിട്ടും, ഡെപ്ത് കിട്ടും, പിന്നെ വോയിസിലൊരു ഫ്രീനെസ് കിട്ടും. അതിനു വേണ്ടിയാണ്. പിന്നെ ഡാൻസ് എന്തിനാണെന്ന് വെച്ചാൽ ബോഡി ഗ്രേസ്ഫുള്ളായി മാറാൻ വേണ്ടിയാണ്, അല്ലാതെ ഞങ്ങൾ ഡാൻസറാക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കാര്യം മനസ്സിലായില്ല. മറ്റൊരു അതിശയകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ താങ്കൾ ഇംഗ്ലീഷിൽ വളരെ വീക്കാണ്. പക്ഷേ ഹോളിവുഡിൽ അഭിനയിക്കാൻ വേണ്ടി താങ്കൾ പോയി. അയ്യോ എന്റെ ദൈവമേ, നിങ്ങൾ എന്നെ നാറ്റിക്കാതെ ഇവിടുന്ന് പറഞ്ഞു വിടില്ലെന്നാ തോന്നുന്നത്. തലവനെ, ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹ ചെയ്തത്? സത്യം ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ പറയുന്നത്. ശരി സർ,
നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തോളൂ. ഇത് സത്യമാണ് സാർ. ഞാൻ പഞ്ചാബി മീഡിയത്തിലാണ് പഠിച്ചത്. ഓക്കെ, പിന്നെ അതുകൊണ്ട് ഞാനിന്ന് ഒരുപാട് അഹങ്കരിക്കുന്നു. അതായത് ഇംഗ്ലീഷ് എന്താണെന്ന് വെച്ചാൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വന്നപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും ഈ കാര്യം മനസ്സിലായി. ഞാൻ വീണ്ടും പഞ്ചാബിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഇംഗ്ലീഷ് കാരണം ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. സോ അവരെന്തു പറഞ്ഞു എന്ന് വെച്ചാൽ, നോക്കൂ, ഇത് വെറും ഒരു ഭാഷയാണ്. നീ എങ്ങനെ പഞ്ചാബി സംസാരിക്കുന്നു, ഹിന്ദി സംസാരിക്കുന്നു, അതുപോലെ ഇതും ഒരു ഭാഷയാണ്. അവരെനിക്ക് 2-3 ടിപ്സ് നൽകി. ഇംഗ്ലീഷ് പേപ്പർ ദിവസവും നല്ല ഒച്ചയ്ക്ക് വായിക്കാൻ, പിന്നെ റേഡിയോയിൽ ഇംഗ്ലീഷ് ന്യൂസ് കേൾക്കൂ, പിന്നെ 2 പേർ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കൂ, എന്നിട്ട് സംസാരിക്കൂ. ഒരുപക്ഷെ തെറ്റായിപ്പോയാൽ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട, നാണിക്കാതെ സംസാരിക്കുന്ന. ഞാൻ നാണിക്കാതെ സംസാരിച്ചു. പിന്നെ പഠിച്ചിട്ട് 20 ഇംഗ്ലീഷ് മൂവീസ് ചെയ്തു.